കുറച്ച് വലിയ മീനാണ്. അയ്യോ സൂപ്പർ ബ്രോ. ഇന്ന് നമ്മൾ മീൻ പിടിക്കാൻ പോയപ്പം ഒരു കിട്ടില്ല ക്യാപ്ചർ ചെയ്യണ്ടേ. കാരണം വെച്ചാൽ ഇടുക പിടിക്കാം ആ ലെവലിൽ ഒരുത്തൻ ഒരു ബംഗ്ലാദേശിയാന്ന് തോന്നുന്നു. നമ്മളപ്പോൾ ഇന്ന് സ്പോട്ട് മാറ്റി നേരെ നമ്മളെ കോർണിഷിൻ്റെ അടുത്ത് അങ്ങോട്ടേക്ക് പോയി ദോഹയിൽ. അങ്ങനെ ആ ചെങ്ങായിൻ്റെ ഒരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ നല്ല ലോങ്ങിലിടും, ഫീഡൊന്നുമില്ല, നേരെ ലോങ്ങിലിടും, നല്ല ഹുക്കൊക്കെ നല്ല ഷാർപ്പ് ഹുക്കാണ്, ലോങ്ങിലിട്ടിട്ട് വലിക്കും. അതായത് ഈ കൂട്ടം കൂടി ഇരിക്കുന്ന മീനുകളൊക്കെ ഇങ്ങനെ അതിൻ്റെ കുടുങ്ങണ്ടിയിട്ടുള്ള സെറ്റപ്പാണ്. അപ്പം അങ്ങനെയൊക്കെ ഒരു സെറ്റപ്പ്. അയാൾ എന്താണെന്നറിയില്ല. നമ്മൾ ഫസ്റ്റ് എനിക്കൊരു എന്തോ ഒരു ഇത് വേണ്ട, അയാൾ ചെയ്യുന്നുണ്ടോ, അയാളിങ്ങനെ എടുത്ത് 2 കറക്കാർക്ക് വന്നിട്ട് വലിക്കും. അപ്പോൾ അത് സംഭവം അയാളെങ്ങനെ പറയുന്നത് വെച്ചാൽ ഇങ്ങനെ കൂട്ടം കൂടിയിരിക്കുന്ന മീനിൻ്റെ എവിടെയെങ്കിലും കൊള്ളും, മീൻസ് അത് സ്പീഡിൽ വരിക്കുന്ന സമയത്ത് അവരെ മേത്ത് എവിടെയെങ്കിലും കൊളുത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ക്യാച്ച് ആവും. അപ്പോൾ അത് അയാൾ സാധനം ഇപ്പോൾ കാണിച്ചു തരും. ഗൈസ്, അപ്പോൾ ഇതാണ് സാധനം. അതായത് ഒരു 3 ഹുക്കിൽ സെൻറ്ററിൽ ഒരു ഈയം വെച്ചിട്ട് എന്തോ അയാൾ തന്നെ ഉണ്ടാക്കിയാന്ന് തോന്നുന്നു, എന്താണെന്നറിയില്ല. ഒരു നല്ല സെറ്റപ്പൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അയാളുടെ കൈമേലുള്ള ലൂറും പിന്നെ ആ കുളത്തൊക്കെ. അപ്പോൾ ഈ സാധനം വെച്ചിട്ടാണ് അയാൾ വലിച്ചിട്ട് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യുക. അങ്ങനെ കുറേ ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ ഇങ്ങനെ ചെയ്ത് അങ്ങനെ ഞാൻ വിചാരിച്ചിങ്ങനെ കിട്ടത്തില്ല ആ റേഞ്ച് വിചാരിച്ചു. കാരണം വെച്ചാൽ നമ്മളൊക്കെ ഇങ്ങനെ ഫീഡൊക്കെ ചെയ്തിട്ടല്ലേ ഇടുന്നേ. ഇവരിങ്ങനെ എടുത്ത് വലിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതാ ഒന്ന് കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ കുടുങ്ങുന്ന സാധനം ഞങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ മോനെ എമ്മ സ്ട്രൈക്കിംഗ് ആണെന്നറിയോ, കാണിച്ചു തരാം. ആ വീഡിയോ നിങ്ങൾ കണ്ടോ. വയറിലായിക്കോനോ സനാപ്പി ഒന്ന് സൈഡായി കൊടുക്കണേ. അതാ കണ്ട് നീ കണ്ട് അയാളത് ഓടി അടിക്കുന്നുണ്ട്. मामू पकड़ेगा wait now power have power hey കുറച്ച് വലിയ മീനാണ്. അയ്യോ സൂപ്പർ ബ്രോ. Good night. Make it fish. يلا مدير 20 ريال الحين 50 ريال 100 ريال 20 مني مدير لا تخافش. باي ستيك بيب. ഇവിടെയാണ് ആ സാധനം കയറുക. Муть.
അടുത്തിടാൻ അണ്ണം പോവാണ്. ഇതിവിടെ കിടക്കുവാണ്. ചങ്ങായി ടയർഡായിരുന്നു. ഇത്ര 3 സാധനത്തില് ഒരു സാധനം കണ്ട. ഇതില് ഫൈറ്റ് അടിച്ച് കളിക്കുക. സ്ക്വിഡിനെ അടിക്കണ്ടിട്ട് കളിക്കുന്നുണ്ടോ? ഇങ്ങനെയാണ് സ്ക്വിഡ് പിടിക്കുന്നത് കണ്ടോ. ഫിലിപ്പീനികളാണ് കൂടുതലും സ്ക്വിഡിൻ്റെ ആള്, സ്ക്വിഡിൻ്റെ തലവർ. നമ്മളാണെങ്കിൽ അതാ ഒരു നീണ്ട ക്ഷീണത്തിന് ശേഷം അതാ ഒന്നും കൂടെ അടിക്കുന്നുണ്ട്. ഇതെവിടെ സ്പോട്ട് അടി വരുന്നത് വെച്ചാൽ നമ്മളെ കോർണിഷ് എൻ്റെ നേരെ മുമ്പിൽ. സ്ക്വിഡ് ഒരു വല്ലാത്ത സംഭവം തന്നെയാണ്. കിട്ടാറുണ്ട് ഇവർക്ക് സ്ക്വിഡൊക്കെ നന്നായിട്ട്, നല്ല നല്ല സാധനങ്ങളൊക്കെ കിട്ടാറുണ്ട്. കുടയുന്നുണ്ടോ? ഇങ്ങനെയാണ് ഫിഷ് അടിക്കുന്നത്. ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2ാമത്തെ ഫിഷ് അടിച്ചു അവർക്ക്. എത്ര ലോങ് പോകുന്നുണ്ട് നോക്കിയാൽ. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഇവിടെ ഒരാളുണ്ട്, അവിടെ വേറെ ആളുണ്ട്.